Hi, welcome to my channel Mathematics Made Easy by Mary MJ. Here I am discussing SCRT Class 10, Chapter 3, Mathematics of Chance. Here I am continuing the chapter. We'll start with pairs. So, ഇതുവരെ കഴിഞ്ഞ പ്രോബബിലിറ്റി മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിന്റെ ചാപ്റ്ററിൽ നമ്മൾ ഒരു ബോക്സിൽ നിന്ന് ഒരു ബോൾ അല്ലെങ്കിൽ ഒരു ബീഡൊക്കെ എടുക്കുമായിരുന്നു. ഹിയർ വിൽ ടേക്ക് ഇറ്റ് ടുഗദർ. രണ്ട് ബോക്സിൽ നിന്ന് ഓരോരോ ബോൾസ് എടുക്കുക അറ്റ് ദ സെയിം ടൈം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പ്രോബബിലിറ്റി കാണുന്നത്? സപ്പോസ് 2 coins ആർ ടോസ്ഡ്. രണ്ട് കോയിൻ ടോസ് ചെയ്യാം. അപ്പൊ രണ്ട് കോയിൻ ടോസ് ചെയ്യുമ്പോൾ 1 coin 2 coin. അപ്പൊ ഒന്നിന്റെ ഇവിടെ ഹെഡ് ഉണ്ടാവും, മറ്റേ സൈഡിൽ ടെയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു സൈഡിൽ ഹെഡ് ഉണ്ടാവും, മറ്റേ സൈഡിൽ ടെയിൽ ഉണ്ടാവും. സോ ആദ്യത്തെ രണ്ട് കോയിനും കൂടെ ഒരേ സമയത്ത് ടോസ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് ഹെഡ് കിട്ടും, രണ്ടും ഹെഡ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഫസ്റ്റ് വണ്ണില് ഹെഡ്, സെക്കൻഡ് വണ്ണില് ടെയിൽ വരും. ഓർ സെക്കൻഡ് വൺ ടെയിൽ, ഫസ്റ്റ് വൺ ടെയിൽ, സെക്കൻഡ് വൺ ഹെഡ് വരും. അല്ലെങ്കിൽ രണ്ടിലും ടെയിൽ ആയിരിക്കും. ഇതാണ് അതിന്റെ ഫേവറബിൾ ഔട്ട്കംസ്. ഇതിന്റെ ഔട്ട്കംസ് വരുന്നത് ഇതൊക്കെ ആയിരിക്കും. നൗ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ടെയിൽസ്? രണ്ടും ടെയിൽ വരുന്നതിന്റെ പ്രോബബിലിറ്റി, ബോത്ത് ടെയിൽസ്. അപ്പൊ ഇതിൽ രണ്ടും ടെയിൽ വരുന്നത് ഒറ്റ കേസിലേ ഉള്ളൂ, ടി. So probability is number of favorable outcome is 1 divided by total outcome is 4. So 1 by 4 is the probability of getting both tail. What is the probability of getting both head? That also one favorable outcome. So 1 by total outcome is 4. What is the probability of getting one head and one tail? ഒരു ഹെഡും ഒരു ടെയിലും കിട്ടുന്നതിന്റെ പ്രോബിലിറ്റി എന്താണ്? ഒരു ഹെഡും ഒരു ടെയിലും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഹെഡ് ആവാം അല്ലെങ്കിൽ സെക്കൻഡ് വൺ ഹെഡ് ആവാം. സോ ഫസ്റ്റ് വൺ ഹെഡ്, സെക്കൻഡ് വൺ ടെയിൽ, ഫസ്റ്റ് വൺ ടെയിൽ, സെക്കൻഡ് വൺ ഹെഡ്. ഈ രണ്ട് കേസിലും ഒരു ഹെഡും ഒരു ടെയിലേ വരുന്നുള്ളൂ. സോ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൺ ഹെഡ് ആൻഡ് വൺ ടെയിൽ? ഇവിടെ ആ എന്താണ് ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ഹെഡും ഒരു ടെയിലും. So in two cases we are getting like that. So 2 by total outcomes 4. So that is 1 by 2. അപ്പോൾ ഒന്നിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. So now we'll move on to the activity questions here. That is page number 75. In that first question, page 75 ഉള്ള first question ആണ്. Rajani has 3 necklaces and 3 pairs of earrings of green, blue and red stones. In what all different ways she can wear? എങ്ങനെയൊക്കെ രജനിക്ക് ആ നെക്ലേസും ഇയറിങ്സും വെയർ ചെയ്യാൻ പറ്റും? സോ നെക്ലേസ് ആൻഡ് ഇയറിങ്സ്, വാട്ട് ആർ ദ ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഓഫ് വെയറിങ്? സോ ഗ്രീൻ, രണ്ടും ഗ്രീൻ, നെക്ലേസും ഇയറിങ്സും ഗ്രീൻ ആയിട്ട് വെയർ ചെയ്യാം. ഓർ ഗ്രീൻ ബ്ലൂ, ഓർ ഗ്രീൻ റെഡ്. പിന്നെയോ ബ്ലൂ ഗ്രീൻ, ബ്ലൂ and blue red, or red green, red blue or red. So ഇത്രയും ഡിഫറെന്റ് വേസ് ഓഫ് വെയറിംഗ് ഉണ്ട്. വാട്ട് ഓൾ ഡിഫറെന്റ് വേസ് ഷീ കൻ വെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വെയർ ചെയ്യാം. അപ്പൊ അത് എഴുതുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി GB, then GR, then blue green, blue and blue red, then RG, RB and RR. What is the probability of her wearing the necklace and earrings of the same color? ഒരേ കളർ നെക്ലേസും ഇയറിങ്സും വെയർ ചെയ്യുന്നത്. ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ or red. So what is the probability of wearing same color necklace and earrings? So 3 possibilities, 3 favorable outcomes divided by total number of outcomes, it is 9. So 3 by 9, that is equal to 1 by 3. Then what is the probability of wearing different colors? Different color. So different color
ഇയറിംഗ്സ് ആൻഡ് നെക്ലേസ് മീൻസ് ഇതിനകത്ത് വരുന്നതിൽ 3 നമ്മളിവിടെ സെയിം കളർ ആയിട്ട് എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഡിഫറെന്റ് കളറാണ്. ദാറ്റ് ഇസ് 1, 2, 3. ബാക്കിയുള്ളത് എത്ര വരും? 6 ഔട്ട്കംസ്, 6 ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3. Then now next question. Second question. A box contains 4 slips numbered 1, 2, 3, 4 and another box contains 2 slips numbered 1 and 2. If one slip is taken from each, what is the probability of the sum of the numbers being odd? And what is the probability of the sum being even? So, first box 1, 2, 3, 4 and second box 1 and 2. So, first box, second box. So, first box is 1 edukka, second box is 1. Then what else? Same way, first box 1 can be mapped to 2 also. 1 1 1 2. അങ്ങനെ എടുക്കാം. Then 2 1 2 2. Then 3 1 3 2. Then 4 1 4 2. അപ്പോൾ ഇതിൻ്റെയൊക്കെ സം എന്താണ്? What is the sum? 1 plus 1 2. Here 3, the 3, the 4, 4, 5, 5 and 6. Any question loka. If one slip is taken from each, what is the probability of the sum being odd? Odd sum kittunnadinte probability endana? Sum odd varunathu 1, 2, 3, 4 cases lana sum odd varunathu. So probability of getting sum as odd is equal to 4 by total possibilities and the outcomes 1, 2, 3, 4, 5, 6, 7, 8 are total outcomes. That is equal to 1/2. Then what is the probability of sum being even? Sum even വരുന്നത് ഏതൊക്കെ കേസിലാണ്? 1, 2, 3, 4 കേസസിലാണ് sum even വരുന്നത്. By total outcome 8. So the answer will be 1/2. Probability of getting the sum as even is also 1/2. Now next question. From all 2-digit numbers with either digit 1, 2 or 3, one number is chosen. 2-digit numbers എല്ലാ numbers ഒന്നെങ്കിൽ 1 ആവണം, 2 ആവണം, 3 ആവണം. So like that way numbers will write 1 1 1 2 1 3. Then 2 1 2 2 2 3. 3 1 3 2 3 3. ഇപ്പം ഇതിലെല്ലാത്തിലും നമുക്കറിയാം it is 1, 2 or 3. Numbers are either 1, 2 or 3. What is the probability of both digits? Both digits being same is equal to 2 ഡിജിറ്റും സെയിം ആവുന്നത് ഏതൊക്കെയാ? 1 1 2 2 and 3 3. So probability is favorable outcome is 3 divided by total outcome is 9. So 3 by 9 which is equal to 1/3. What is the probability of the sum of the digit being 4? Sum 4 ആവുന്നത് ഏതൊക്കെ കേസിലാ? 1 plus 3 4, 2 2 4, 3 1 അവിടെയും 4 ആണ്. So probability of sum of the digit being 4 is equal to 3 cases divided by 9 which is equal to 1/3. Then next one, a game for 2 players, 2-player game ആണ്. First we each has to decide whether he wants an odd number or even number. Then both raises some fingers on one hand. If the sum is odd, the one who chose odd at the beginning wins. If it is even, the one who chose even wins. In this game, which is the better choice at the beginning, odd or even? So അവിടെ ഉള്ള പോസിബിലിറ്റീസ് നമുക്ക് ആദ്യം എഴുതാം. ദാറ്റ് ഇസ് 1 1 1 2 1 3 1 4 1 5. അതേപോലെ നെക്സ്റ്റ് പേഴ്സൺ 2
2 ആദ്യത്തെ ആള്, രണ്ടാമത്തെ ആള് 1, then 2 2, 2 3, 2 4, 2 5. Same way 3 1, 3 2, 3 3, 3 4, 3 5. Then 4 1, 4 2, 4 3, 4 4, 4 5. Same way 5 1, 5 2, 5 3, 5 4, and 5 5. According to the question, then both raises some fingers. അപ്പോൾ ഓരോരുത്തരും ഫിംഗർ റേസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇഫ് ദ സം ഇസ് ഓഡ്, അപ്പൊ ഇതിന്റെയൊക്കെ സമ്മ്, ആദ്യത്തെ റോന്റെ സമ്മ് വരുന്നത് 2 3 4 5 6, സെക്കൻഡ് റോയില് 3 4 5 6 7, തേർഡ് റോയില് 4 5 6 7 8, നെക്സ്റ്റില് 5 6 7 8 9, the next one 6 7 8 9 10. Then what is the probability of if it is even, one who chose even wins. Even ആണെങ്കിൽ even choose ചെയ്തവര് win ചെയ്യും. If it is odd, the sum is odd, one who chose odd begins at the win. So which is a better choice at the beginning, even or odd? ഇപ്പൊ ഏതാണ് better choice? So even വരുന്നത് ഏതൊക്കെ കേസ്? 1 2 3 4 5 6 7 8 9 10 11 12 13 cases. So probability of getting even is equal to 13 divided by total outcomes, it is 25, and probability of odd is remaining, out of 25 remaining will be 12, so 12 by 25. So the probability of those are even, the sum even wins. So this is the that is which is the better choice. So selecting even is the better choice. Then moving on to the next one, that is more pairs. Here it was limited to two terms, that is if a boy and a girl, രണ്ട് കാര്യത്തിൽ നിന്ന് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിരുന്നുള്ളൂ. ഇനി കൂടുതൽ പെയർസ് വരികയാണെങ്കിൽ, മോർ പെയർസ്, so how to do the probability, that's what we are going to discuss. അപ്പൊ അതായത് രണ്ട് ഡൈസ് എറിയുകയാണെങ്കിൽ ഓരോന്നിലും 6 ഔട്ട്കംസ് ആണുള്ളത്. സോ അറ്റ് ദ സെയിം ടൈം രണ്ട് ഡൈസ് എറിയുകയാണെങ്കിൽ 1 1 1 2 എക്സെട്ര 1 6, 2 1 2 2 എക്സെട്ര 2 6, 3 1 3 2 എക്സെട്ര 3 6, 4 1 4 2 etc 4 6, then 5 1 etc 5 6, 6 1 6 2 etc 6 6. അങ്ങനെ 36 outcomes ഉണ്ടാവും if two dice are thrown. So what is the probability of getting the sum even, probability of getting the sum as odd, അങ്ങനെയുള്ളതൊക്കെ കാണുന്ന പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. In class 10A there are 30 boys and 20 girls. In 10B there are 15 boys and 25 girls. So 10A ല് 30 boys and 20 girls, and 10B there are 15 boys and 25 girls. One student from each class is selected. What is the probability of both being girls? Probability of both girls, that is probability of girl from first class into probability of girl from the second class. രണ്ട് ക്ലാസ്സിൽ നിന്നും ഗേൾസിനെ എടുക്കുന്നതിന്റെ പ്രോബബിലിറ്റി, ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ഗേള്, സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ഗേള്. സോ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഗേൾ എന്ന് പറഞ്ഞാൽ ഹിയർ 20 ഗേൾസ് ആർ ദർ. സോ പ്രോബബിലിറ്റി ഈസ് 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇറ്റ് ഇസ് 50 into second class 25 girls are there, so 25 divided by total 40.
So that is equal to 500 by 2000, or it is the same as 1 by 4. Now what second question is probability of both being boys. That is boy from the first class, that is 10th A, and from 10th B also it is a boy. So probability of boy from the first class, the 30 boys are there out of total 50, and in the second class 15 boys are there out of 40. So that is total it is 450 divided by 2000. Simplifying, we'll get it as 9 by 40. Third sub-question, probability of one boy and one girl. So one boy and one girl means first one can be boy, second one can be girl, or probability of first one can be girl, second one boy. So first class in 10th A in boy in edukanengil 10th B in girl in eduka. Ivideyo 10th A in girl in edukanengil 10th B in boy in eduka. Or വരുമ്പോൾ ആണ് നമ്മൾ പ്ലസ് യൂസ് ചെയ്യുക. ഇൻടു ആണെങ്കിൽ ആൻഡ് ആണ്. So probability of boy from 10th A and probability of girl from 10th B എന്ന് പറയുമ്പോൾ അവിടെ പ്രോഡക്റ്റ് ആണ്. So probability of boy from 10A into probability of girl from 10B plus other or probability of girl from 10A into probability of boy from 10B. That is equal to 10A in boy എടുക്കുന്നതിന്റെ probability എന്താ 10A. 10A 30 boys are there, so 30 by 50 into girl from 10B 25 by 40 plus girl from 10A. Girl from 10A means 20 by 50 into boy from 10B 15 by 40. That is equal to first one 30 into 25. 10A boy from 10A. Okay, 30 by 50 into girl from 10B. Girl from 10B is 25 by 40. Then 20 by 50 into, okay, so here numerator it is 750 divided by 2000 plus 300 divided by 2000. So sum adding up 1050 divided by 2000. So simplifying this, we'll get 21 by here cancelling, we'll simplify ചെയ്ത് എഴുതാം. So 0, here 0 will be cancelled. 105 by 200. Again 5 here 2 times. 5 here 4 times. So 21 by 40. അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ്? ഒരു ബോയ് എങ്കിലും ഉള്ള കേസ്. ഒരു ബോയ് എന്ന് പറയുന്നത് ഇതിൽ 2 ബോയ് ഉണ്ട്, ഇതിലെല്ലാം ഓരോ ബോയ്സും ഉണ്ട്. സോ വി ക്യാൻ ആഡ് അപ്പ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ്. സോ ഇതിൽ 9 by 40, അല്ലെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ഉള്ളത് നോക്കി എഴുതിയാൽ മതി. അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറയുമ്പോൾ 450 by 2000 പ്ലസ് ഇവിടെ 1050 by 2000. അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ബോയ്. ഇതിൽ മാത്രമാണ് ബോയ് ഇല്ലാത്തത്, ബാക്കി ഇതിലും ഉണ്ട് ഇതിലും ഉണ്ട്. ഒരു ബോയ് എങ്കിലും എല്ലാത്തിലും വരുന്നുണ്ട്. സോ ആഡിങ് ദിസ് 1500 by 2000 and the answer will be 3 by 4. Now next question. One is asked to say 2-digit number. 2-digit number start ചെയ്യുന്നത് 10-ലാണ് and ends in 99. So what is the probability of both the digit being same? The same number വരുന്നത് 1 1 2 2 3 3 etc. 9 9. So what is the probability of both digit being same? എല്ലാം സെയിം ആവുന്നതിന്റെ 2 ഡിജിറ്റും സെയിം ആവുന്നത് 9 കേസസിലാണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ 2-digit number. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻസിൽ ചെയ്തിരുന്നു. ഇറ്റ് ഇസ് 90. That is last number minus first number. Last number 99ഉം
first number 10 plus 1. That is total 2-digit number, it is 90. Now the second question, what is the probability of the first digit being larger? First digit larger വരുന്നത് 10 first digit larger ആണ്. Then 10, 11, പിന്നെ 11, 12 ഒന്നിലും first digit larger അല്ല, ഒക്കെ smaller ആണ്. പിന്നെ 20, 21, then 30, 31, 32, then 40, 41, 42, 43, then 50, 51, 52, 53, 54, then 60, 61, 62, 63, 64, 65, then 70, 71, 72, 73, 74, 75, 76, 80, 81, 82, 83, 84, 85, 86 and 87. Then 90, 91, 92, etc. 98. So ആദ്യത്തേല് 1 number. പിന്നെ 2, 3, 4, 5, 6, 7, 8. So ഇവിടെ 3, 4, 5, 6, 7. 7 ഇവിടെ 8, ഇവിടെ 9 numbers. So how many total number are there? Those are having first number larger. അപ്പോൾ sum ചെയ്താൽ മതി 1 plus 2 plus etc. plus 9 is equal to n into n plus 1 by 2. So 9 into 9 plus 1 by 2. That is equal to 90 by 2. 45 numbers in there. So what is the probability of first number larger? First number larger is equal to 45 divided by 90. That's equal to 1 by 2. അതിലുള്ള third sub question എന്ന് പറയുമ്പോൾ what is the probability of the first digit being smaller? So first digit being smaller, total 90 digits ഉണ്ട്, total 90 ഉണ്ട്, അതിനകത്ത് നിന്ന് 45 it is having the first number larger and same digit 9 it is having same digit. So രണ്ടും സെയിം ആയിട്ട് വരുന്ന 9ഉം ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ആയിട്ട് വരുന്നത് 45. അപ്പൊ ആ 90 ടോട്ടൽ സമ്മിന്ന് 45 പ്ലസ് 9 ആഡ് ചെയ്തിട്ട് 90 സബ്ട്രാക്ട് ചെയ്താൽ റിമൈനിങ് നമ്പേഴ്സ് കിട്ടും. So this is 54. So 90 minus 54, it is 36. So probability of first number smaller is equal to 36 by 90. 36 by 90, 9 ഇവിടെ 4 times, 9 here 10 times. That is equal to 2 by 5. 2 by 5 is the probability of first number smaller. Now moving on to the next question. 2 dice with faces numbered 1 to 6 are rolled together. What are the possible sums? രണ്ട് ഡൈസ് numbers from 1 to 6 ഉള്ളത് റോൾ ചെയ്യാം. അപ്പൊ സം എന്തൊക്കെയാണ് വരിക? സോ യു ക്യാൻ ടേക്ക് ദ വാല്യൂസ്. അപ്പൊ രണ്ടെണ്ണം റീ ആണെങ്കിൽ 1 1 ആവാം, അല്ലെങ്കിൽ 1 2, 1 3, എക്സെട്ര 1 6. സെയിം വേ 2 1, 2 2, എക്സെട്ര 2 6. അങ്ങനെ 3 1, 3 2, എക്സെട്ര 3 6. Then 4 1, etc. 4 6. Then 5 1, 5 2, etc. 5 6. Then 6 1, etc. 6 6. So the sum എന്തൊക്കെയാ വരിക? മിനിമം സം വരെ 2. Then 3 4 5, etc. 12 വരെ സം വരും. What is the probability of getting the sum as 2? 2 കിട്ടുന്നത് പ്രോബബിലിറ്റി എത്രയാണ്? ഒറ്റ കേസിലെ 2 വരുന്നുള്ളൂ. 1 1 വരുന്നതിൽ മാത്രമേ നമുക്ക് സം 2 ആയിട്ട് വരുന്നുള്ളൂ. സോ 1 by total number of outcome it is 36. സെയിം വേ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 3 കിട്ടുന്നത് 1 2ലും കിട്ടും, 2 1ലും കിട്ടും. സോ 2 by 36.
Probability of getting a 4 is 3 by 36. Probability of getting a 5 is 4 by 36. Probability of getting a 6 is 5 by 36. Probability of getting a 7. 7 ഏതൊക്കെ കേസിലാണ് വരുന്നത്? 7 സമ്മ് വരുന്നത് 2 5 3 4 4 3 പിന്നെ 5 2 6 1 1 6 അങ്ങനെ 6 കേസസിൽ വരും 6 by 36. Whereas probability of 8 വരുന്നത് ഏതിലാണ്? Probability of 8 എത്ര കേസിൽ വരുന്നുണ്ട്? That is 2 6 6 2 3 5 5 3 then 4 4 അങ്ങനെ 5 കേസസിലാണ് വരുന്നത്. സോ 5 by 36. ഇനിയുള്ളത് അവിടുന്ന് ഇങ്ങനെ കുറഞ്ഞു വരിക. Next one will be 4 by 36. Probability of getting 10 will be 3 by 36. Probability of getting 11 will be 2 by 36. And probability of getting 12 ഒറ്റ കേസിലേ ഉള്ളൂ, that is 1 by 36. 6 6 മാത്രമേ വരുള്ളൂ. So what are the possible sums? These are the possible sums and these are the probability. അങ്ങനെയാണെങ്കിൽ which of these has maximum probability? Maximum probability it is for 7. Probability of 7 we are getting it as 6 by 36. അതാണ് ഏറ്റവും വലുത്. അപ്പോൾ 7 ആണ് maximum probability വരുന്നത് and it is equal to 1 by 6. So that's all from probability. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe and also click on the bell icon for more updates and notifications. Bye.